ഹലോ, ഞായറാഴ്ചയായിട്ട് എന്താണ് എല്ലാവരും പരിപാടി? ചില ആൾക്കാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് കേട്ടോ, നമുക്കൊന്നും പണിയൊന്നുമില്ല, 24 മണിക്കൂർ ഫോൺ കുത്തി കളിയാന്ന്. അതൊക്കെ നിങ്ങളെ ധാരണ കേട്ടോ. പിന്നെ ചിലവർ ചോദിക്കും എന്തിനാ നമ്മൾ ഇതൊക്കെ കാണിക്കണേന്ന്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് കാണാനുള്ളതുകൊണ്ടല്ലേ നമ്മൾ കാണിക്കണേ, അല്ലാണ്ട് എന്താണ് വേണമെങ്കിൽ കണ്ടാൽ മതിയെന്ന്. ചില ആൾക്കാരൊക്കെ എനിക്കത് ഈ പുളി പിഴിയുന്ന പോലെ പിഴിയാനൊക്കെ തോന്നാറുണ്ട്. പിന്നെ പാവങ്ങൾ കഷ്ടപ്പെട്ട് നെഗറ്റീവാണെങ്കിലും എഴുതുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ അങ്ങനെ വെറുതെ വിടുന്നത്. പിന്നെ എന്തൊക്കെയാണ്, ഞായറാഴ്ചയായിട്ട് എല്ലാവർക്കും ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ എന്താ പറയുക, എനിക്കും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഓൺ വോയിസ് രാവിലെ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു വ്യഗ്രത ഉണ്ടാവും. അയ്യോ, വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്നൊരു വ്യഗ്രത. അതുകൊണ്ട് മാത്രം എന്താ നിനക്ക് വേണ്ടത്, കണ്ട എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡബ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെക്കാട്ടിയും കഷ്ടമാണ് വീട്ടിലെ പൂച്ച, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ രാവിലെ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, കുഞ്ഞു മത്തി. അതിങ്ങനെ നമ്മളെന്താ മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കപ്പയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കപ്പ വൈകുന്നേരം ആക്കുന്നുള്ളൂ, രാവിലെ അത്ര വലിയ രസം ഉണ്ടാവില്ല കപ്പ തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയോ പറയണം എന്നൊക്കെ വിചാരിച്ചാലും പിന്നെ അങ്ങനെ കിട്ടുന്നില്ല പറയാൻ വേണ്ടിയിട്ട്. അതല്ലേ, അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലെ കുറച്ച് പരിപാടികളിൽ ഞാനിങ്ങനെ പോവുകയാണ്. ആ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എന്തൊക്കെയോ പണികളുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നാളെ കാണുന്നവരേക്കും, നാളെ അല്ല ഉച്ചക്ക് കാണുന്നവരേക്കും ബൈ ബൈ.